How are you? Hope you all are fine. And I am Abanna, your English teacher. അപ്പോൾ നമ്മുടെ NIS എക്സാം ഇങ്ങ് അടുത്തെത്തി. നമ്മുടെ ഇംഗ്ലീഷ് എക്സാം വരുന്നത് November 11th നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? അപ്പൊ നമ്മുടെ റിവിഷനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും വേഗം പഠിച്ചു തുടങ്ങാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ പോയ എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഷുവർ ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നത്. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പൊ നമ്മുടെ പേപ്പറിന്റെ കോഡ് എന്താണ്? ഇംഗ്ലീഷ് 202 ആണ് നമ്മുടെ കോഡ്. ആൻഡ് നമുക്ക് പേപ്പറിൽ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പാർട്ട് എയും വരുന്നുണ്ട്, പാർട്ട് ബിയും വരുന്നുണ്ട്. ഈ 2 പാർട്ടിലും 4 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ എ റീഡിംഗ്, സെക്ഷൻ ബി റൈറ്റിംഗ്, സെക്ഷൻ സി ഗ്രാമർ ആൻഡ് സെക്ഷൻ ഡി ലിറ്ററേച്ചർ. 4 പാർട്ടിൽ നിന്നായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് കൂടുതലായിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. നമ്മൾ ടോട്ടൽ 100 മാർക്സിനാണ് എക്സാം വരുന്നത്. ആൻഡ് നമുക്ക് എക്സാമിന്റെ ടൈം വരുന്നത് 3 hours ആണ്. ഈ ഒരു 3 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ 100 മാർക്കിന്റെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സെക്ഷൻ എ റീഡിംഗ് ആണ്. അപ്പൊ റീഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ കണ്ടിന്യൂസ് ആയി വരുന്നത് നമ്മുടെ അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കും. അതായത് നമ്മൾ പഠിച്ചു വെച്ച പാസേജുകളല്ല, ഔട്ട്സൈഡ് സിലബസിൽ നിന്ന് ഒരു പാസേജ് എടുക്കും. ആ പാസേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ പാസേജിൽ നിന്ന് അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തുക. നമുക്ക് ഈ തരുന്ന പാസേജിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടണ്ട, ഇതിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പൊ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്ര വലിയൊരു പാസേജ് തന്നാ എങ്ങനെ വായിച്ച് തീർക്കും? ഒരുപാട് സമയം പോവില്ല ടീച്ചറെ എന്ന് നിങ്ങളിപ്പോ വിചാരിച്ചില്ലേ? പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു സീക്രട്ട് പറഞ്ഞുതരാം. ടീച്ചറൊക്കെ ചെയ്തതാണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞ് നമ്മൾ പാസേജ് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റും അതിന്റെ ആൻസേഴ്സ്. സോ ഫസ്റ്റ് വരുന്നത്, ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എബോവ് പാസേജ് റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. നമ്മുടെ പാസേജ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ട്രൂ ഓർ ഫോൾസ് ഏതൊക്കെയാണ് പാസേജ് നോക്കി കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചാണ്. അപ്പൊ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി, നമുക്ക് 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഫസ്റ്റ് സെന്റൻസ്, ദി ചിൽഡ്രൻ ലവ്ഡ് പ്ലേയിങ് വിത്ത് ദ പേപ്പർ. ചിൽഡ്രൻസിന് ആ പേപ്പർ കൊണ്ട് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. The people burned the paper when it became old and wrinkled. Third one, when the paper was recycled, it had a recycled logo. നമ്മൾ ഈ പാസേജ് എടുക്കാം. പാസേജിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം the children loved playing with it. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ട്രൂ ആണ്. ആൻഡ് രണ്ടാമത്തേൽ ഓൾഡ് ആൻഡ് റിങ്കിൾഡ് പേപ്പർ എന്താ ചെയ്തെന്നുണ്ട്? ദ ലിറ്റിൽ പീസ് ഓഫ് പേപ്പർ വാസ് ത്രോൺ ഇൻ ടു ദ ട്രക്ക് വിത്ത് ഓൾ ദ അതർ പേപ്പേഴ്സ് ഹു വെയർ ഓൾഡ്, റിങ്കിൾഡ് ആൻഡ് ക്വൈറ്റ് ഗ്രംബി. അപ്പം ഇതിലൊരു റീസൈക്കിൾഡ് മിഷന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പാസേജ് വരുന്നത്. അപ്പം മക്കൾ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് പാസേജ് ഒന്ന് വായിച്ചു നോക്കുക. ഈ 2 സ്ലൈഡിലായിട്ടാണ് നമ്മുടെ പാസേജ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം ഓൾഡ് ആൻഡ് റിങ്കിൾഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആരും ബേൺ ചെയ്തിട്ടില്ല. ആൻഡ് തേർഡ് വൺ, അതിൽ ലാസ്റ്റ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇറ്റ് വാണ്ടഡ് എ റീസൈക്കിൾഡ് ലോഗോ. ഇത് റീസൈക്കിൾഡ് ചെയ്തിട്ടുണ്ട്, ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റുന്നുമുണ്ട്. അപ്പൊ ആദ്യത്തേത് ട്രൂ ആണ്, ചിൽഡ്രൻ ലവ്ഡ് പ്ലേയിങ് വിത്ത് ദ പേപ്പർ. ദ പീപ്പിൾ ബേൺ ദ പേപ്പർ വെൻ ഇറ്റ് ബിക്കം ഓൾഡ് ആൻഡ് റിങ്കിൾഡ് ഫോൾസ് ആണ്. And when the paper was recycled, it had a recycled logo. അതെന്താണ്? ട്രൂ ആണ്. അപ്പൊ നമ്മുടെ 3 മാർക്ക് നമ്മൾ കിട്ടിയേ. അപ്പൊ നമുക്ക് ഇത്രയും ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് പാസേജ് എടുക്കുന്ന സമയത്ത് ആൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 word. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ 1 wordൽ നമ്മുടെ പാരഗ്രാഫിൽ തന്നെ ഈ കംപ്ലീറ്റ് ചെയ്യാനുള്ള വേർഡ് ഉണ്ടാവും, അത് കണ്ടെത്തുക.
Where were all the old and wrinkled paper thrown? എവിടെയാണ് ഇത് ത്രോൺ ചെയ്തത്? അപ്പം ഇവിടെ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് സെൻഡ് ഔട്ട് ടു എ ബിഗ് ഡംസ്റ്റർ. ഡംസ്റ്ററിലേക്കാണ്, അതായത് നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് ഡംസ്റ്റർ, അവിടേക്കാണ് ഈ പേപ്പേഴ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്, ത്രോൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താണ്? ഡംസ്റ്റർ. നെക്സ്റ്റ് നോക്കാം. A fresh coat of what did the clean and smooth paper get? എന്താണ് കിട്ടിയത്? And here look, ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട വേർഡ് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. To look at down itself, completely clean, smooth with a fresh coat of bleach. അപ്പം ആൻസർ എന്താണ്? ബ്ലീച്ച്. What did the paper find on its back when it examined itself? ആ ഒരു പേപ്പർ ആണ് ഈ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എൻഡിൽ എന്താണ് കാണുന്നത്? ലോഗോ ആണ് കാണുന്നത്. സോ ആൻസർ എന്താണ്? ലോഗോ. അപ്പൊ നമ്മുടെ വൺ വേർഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതാം. ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറിനും 1 മാർക്ക് ഈച്ച് ഉണ്ട്. And pick out the correct word as instructed from the above passage. നമുക്ക് നടന്ന പാസേജിൽ നിന്ന്, ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് ഓപ്പോസിറ്റ് ഓഫ് യങ് ആണ്. ചിലപ്പം ചില വാക്കിന്റെ മീനിങ് ആവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആവാം. അപ്പൊ ഇതിൽ ഓപ്പോസിറ്റ് ഓഫ് യങ് എന്താണ്? നമുക്കറിയാം, ഓൾഡ് ആണ്. ആൻഡ് പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ് ഇൻസ്ട്രക്റ്റഡ് ഫ്രം. യെസ്, ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ഓഫ് യങ് എന്താണ്? ഓൾഡ് ആണ്. അപ്പൊ നമ്മുടെ കോംപ്രഹെൻസീവ് സെഷൻ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പാസേജ് തരും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പാസേജ് ഒന്ന് നോക്കുക, ഉത്തരം കണ്ടെത്തുക, എഴുതുക. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് റൈറ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെറ്റിൽ തന്നെ 2 കോംപ്രഹെൻസീവ് പാസേജ് ഉണ്ടാവും കേട്ടോ. ആൻഡ് സെക്ഷൻ ബിയിൽ റൈറ്റിംഗ് സെഷൻ ആണ്. അവിടെ നമുക്ക് മേ ബി 1 ക്വസ്റ്റ്യൻ തന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അത് പാർട്ട് എയിൽ വരും. അതേപോലെ തന്നെ എസ് എ ടൈപ്പ് എഴുതേണ്ട ക്വസ്റ്റ്യൻ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വരും. നോക്കാം. അപ്പൊ സെക്ഷൻ ബി റൈറ്റിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ടീസ് ആണ് ഇവിടെ വരുന്നത്. യുവർ വരുൺ, ദ സെക്രട്ടറി ഓഫ് ദ കൾച്ചറൽ ക്ലബ് ഓഫ് യുവർ സ്കൂൾ, draft a notice for your school notice board about the charity program organized by the club in aid of cancer. അപ്പം ക്യാൻസറിന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് കൾച്ചറൽ ക്ലബിന്റെ സെക്രട്ടറി ആയിട്ടുള്ള വരുണിനോട് ഒരു നോട്ടീസ് എഴുതാൻ പറയാണ്. അപ്പൊ നമുക്ക് പാർട്ട് ബിയിലാണെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടീസ് എഴുതേണ്ടി വരും. ആൻഡ് പാർട്ട് എയിലാണെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നോട്ടീസ് എങ്ങനെ എഴുതാന്നാ. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് നോട്ടീസ്. അപ്പൊ ഒരു നോട്ടീസിന്റെ സ്ട്രക്ചർ ആണ്, നമ്മളൊരു ബോക്സിന്റെ ഉള്ളിലായിരിക്കണം നോട്ടീസ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ സ്കൂളിന്റെ പേര് കൊടുക്കും. ABC പബ്ലിക് സ്കൂൾ. അപ്പൊ നമ്മൾ പൊതുവേ നമ്മുടെ സ്കൂൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ABC or XYZ പബ്ലിക് സ്കൂൾ എന്ന് കൊടുക്കും. ദെൻ നോട്ടീസിന്റെ താഴെയാണ് നമ്മുടെ സബ് ടൈറ്റിൽ, എന്താണ് നമ്മുടെ പ്രോഗ്രാം, ചാരിറ്റി പ്രോഗ്രാം ഇൻ എയ്ഡ് ഓഫ് ക്യാൻസർ പേഷ്യന്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ദെൻ ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് എന്താണ്, നമ്മൾ അഡ്രസ് ചെയ്യാണ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബോഡി പാരഗ്രാഫിലാണ് നമ്മൾ എന്തൊക്കെ കൊള്ളിക്കുക? പ്രോഗ്രാം എന്നാണ് 10th October 2025 സാറ്റർഡേ at 5 PM ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പൊ ഒരു നോട്ടീസ് വായിക്കുന്ന ഒരാൾക്ക് എന്നാണ് പ്രോഗ്രാം നടക്കുന്നത്, എപ്പോഴാണ്, ലൊക്കേഷൻ എവിടെയാണ്, ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിയിരിക്കണം. ആൻഡ് നമ്മൾ അവരെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആരാണോ നോട്ടീസ് കൊടുക്കുന്നത്, അപ്പം കൾച്ചറൽ ക്ലബ്ബാണ് പ്രോഗ്രാം നടത്തുന്നത്, അപ്പൊ കൾച്ചറൽ ക്ലബിന്റെ സെക്രട്ടറി വരുണാണ്. അപ്പൊ വരുണിന്റെ പേര് എൻഡിൽ കൊടുക്കാം. അപ്പൊ നമ്മളോട് ഒരു ടോപ്പിക് തന്നിട്ട് നോട്ടീസ് എഴുതാൻ പറയുകയാണെങ്കിൽ ആദ്യം സ്കൂളിന്റെ നെയിം എഴുതുക, പിന്നെ നമ്മൾ നോട്ടീസ്, എന്നിട്ട് എന്താണോ നമ്മുടെ പ്രോഗ്രാം അത് എഴുതുക. ദെൻ ആ ഒരു ഡേറ്റ് കൊടുക്കേണ്ടത്, ആദ്യം കൊടുക്കുന്ന ഡേറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണ്. ഈ നോട്ടീസ് എന്നാണോ പുറത്തിറക്കുന്നത് ആ ഡേറ്റ്. ആൻഡ് അഡ്രസ് ചെയ്യാം. ദെൻ ബോഡി പാരഗ്രാഫില് ഡേറ്റും ടൈമും വെന്യൂം എഴുതാം. എൻഡില് മറക്കാതെ ആരാണോ എഴുതുന്നത് അവരുടെ പൊസിഷൻ എന്താണോ ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക്
ജസ്റ്റ് ഒരു നോട്ടീസ് 4 മാർക്കിനാണെങ്കിൽ അത് മതി. പ്ലസ് ഒരു 6 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നമുക്ക് ഈ വരുൺ എന്ന് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്നൊരു സബ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടാകുക? പ്രേയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ സെറിമണി ആൻഡ് ഫെലിസിറ്റേഷൻ പ്രോഗ്രാംസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അറ്റ് ദ എൻഡിൽ അരുണിന്റെ പേര് എഴുതാം. അപ്പൊ ഇത് മാർക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ട പോയിന്റ്സും കൂടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാ നോക്കാം. The subject for the notice will be placed. എവിടെയാണ് നോട്ടീസിന്റെ സബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തത്? Above the institution name, below the word notice, above the word notice, just above the date. അറിയാം നമുക്ക് below the word notice ആണ് right answer. The notice will mention the detailed charity program, speech of the chief guest, importance of such events, date, time and venue of the program. എന്താണ് വേണ്ടത്? ക്ലിയർ ആണ്. ഡേറ്റ്, ടൈം, വെന്യൂ ഓഫ് ദ പ്രോഗ്രാം ആണ്. ദിസ് ചാരിറ്റി ഷോ ഈസ് ഹെൽഡ് ബൈ, ആരാണ് ഹെൽഡ് ചെയ്യുന്നത്? ഓപ്ഷൻ തന്നെ നോക്കണം, നമുക്കറിയാം കൾച്ചറൽ ക്ലബ് ആണ്. ആൻഡ് ദ ചാരിറ്റി ഷോ ഈസ് ഹെൽഡ് ഇൻ എയ്ഡ് ഓഫ്, എന്തിനായിരുന്നു? നമ്മൾ ആദ്യമേ പറഞ്ഞു ക്യാൻസർ പേഷ്യൻസിനെ എയ്ഡ് ചെയ്യാനാണ്. ക്യാൻസർ പേഷ്യൻസിനെ എയ്ഡ് ചെയ്യാനാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റിംഗിൽ വരുന്ന അടുത്തത് ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് ലെറ്റർ റൈറ്റിംഗ് അറിയാം. നമുക്ക് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്, ലെറ്റർ ടു ദ എഡിറ്റർ. ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററിന് നമുക്കൊരു ടോപ്പിക് തരും, നമ്മൾ ലെറ്റർ എഴുതണം. അപ്പൊ ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. Your Pranav, a resident of Pune, since you are concerned about the increasing number of road accidents, you decide to write a letter to the editor of your local daily. അപ്പം ഇൻക്രീസിങ് നമ്പർ ഓഫ് റോഡ് ആക്സിഡന്റിനെ പറ്റി നമ്മളോട് ഒരു ലെറ്റർ എഴുതാൻ പറയാണ്. ലെറ്റർ ടു ദ എഡിറ്റർ. ഇവിടെ ലെറ്റർ എഴുതേണ്ട ആളെ പേര് കൊടുത്തിട്ടുണ്ട്, പ്രണവ്. അപ്പൊ ഒരു ലെറ്റർ റൈറ്റിങ്ങിന്റെ ഫോർമാറ്റ് ആദ്യം പറയാം. അപ്പൊ ആദ്യം ഫ്രം അഡ്രസ് ആണ് വരേണ്ടത്. അതായത് പ്രണവ് പൂനെ, ഇത് ആരാണ്? ഫ്രം അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് റൈറ്റിംഗ് ദ ലെറ്റർ. അപ്പൊ ആദ്യം ഫ്രം പിന്നെ ടു. അപ്പൊ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ആദ്യം ഫ്രം പിന്നെ ടു. പിന്നെ ഈ ഒരു മാർജിൻ സൈഡ് ഓറിയന്റഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ലെറ്റർ വരേണ്ടത്. അപ്പൊ ഫ്രം പ്രണവ് പൂനെ, അവിടെ ഫ്രം കൊടുക്കണ്ട, ആരാണോ എഴുതുന്നത് അത് എഴുതിയാൽ മതി. നെക്സ്റ്റ് വരേണ്ടത് ഡേറ്റ് ആണ്. ഡേറ്റ്. ദെൻ ടു ആർക്കാണ്? ദ എഡിറ്റർ, ലോക്കൽ ഡെയിലി ന്യൂസ് പേപ്പർ പൂനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റ്, ഇവിടെ നമുക്ക് സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. കൺസേൺ റിഗാർഡിംഗ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് റോഡ് ആക്സിഡന്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അതിനുശേഷം അഡ്രസ് ചെയ്യാം. Sir, I am writing to express my deep concern about the increasing number of road accidents in our city. These accidents mostly occur as a result of reckless and hurried driving. Youngsters in particular are neither bothered about the rules of the road nor about their own safety. I request the authorities to take necessary tough action against those who break traffic laws to prevent further accident and ensure safety of all citizens. You sincerely, Pranav. അപ്പൊ നമ്മുടെ ഒരു ഫോർമൽ ലെറ്റർ ആണ് ലെറ്റർ ടു ദ എഡിറ്ററിന് എഴുതാം. ആദ്യം ഫ്രം, പിന്നെ ഡേറ്റ്, ദെൻ ടു. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് കൊടുക്കും, സാർ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമുക്ക് തന്ന ടോപ്പിക്കിന് നമ്മൾ ബോഡി പാരഗ്രാഫിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം അവരോട് ഇതിനൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ആവുമ്പോഴാണ് അത് ഫോർമൽ ലെറ്റർ ആവുന്നത്. അത് ആഡ് ചെയ്യാം. ദെൻ യുവർ സിൻസിയർലി, നമ്മൾ അവരെ ആ ഒരു വിശ്വാസത്തോടെ എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ ഫോർമാറ്റ് എന്താണ്? സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, റെസിപ്പിയന്റ് അഡ്രസ്, സബ്ജക്ട്, സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ ആണ് സാർ, റെസ്പെക്റ്റഡ് സാർ എന്ന് പറയുന്നത്. ബോഡി, ഇൻട്രഡക്ഷൻ, ഡീറ്റെയിൽസ്, കൺക്ലൂഷൻ ഓർ റിക്വസ്റ്റ്. നെക്സ്റ്റ് ക്ലോസിംഗ് ആൻഡ് സിഗ്നേച്ചർ. അങ്ങനെയാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് വരുന്നത്. നമുക്കിനി ഓപ്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ആൻസേഴ്സ് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെയാ വരുന്നത് നോക്കാം. Choose the correct alternatives of the following questions. ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മക്കള് ആൻസർ ഏതാന്ന് നോട്ട് ചെയ്ത് വെക്കുക. Select the appropriate subject for this letter. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്?
കൺസേൺ റിഗാർഡിംഗ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് റോഡ് ഓവർ ആക്സിഡന്റ്. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, ഉത്തരം നമുക്ക് കിട്ടി. You will mention the road accidents occur. എങ്ങനെയാണ് റോഡ് ആക്സിഡൻസ് ഒക്കർ ചെയ്തു എന്ന് നിങ്ങൾ എങ്ങനെയാ മെൻഷൻ ചെയ്യാം? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലെറ്റർ അവിടെ തന്നിട്ടില്ല, ടോപ്പിക് മാത്രമേ തന്നിട്ടുള്ളൂ. എങ്ങനെയാണ്? as a result of careful hurried driving, reckless and hurried driving, slow and careful driving, slow and reckless driving, reckless and hurried driving. നമ്മൾ ഒരു ശ്രദ്ധയില്ലാതെ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് റോഡ് ആക്സിഡൻസ് കൂടുക. While driving, youngsters are neither bothered about the rules of the road nor about their safety. Option B, very careful about the road rules. C, very careful about their safety. D, always listening to loud music. നമുക്കറിയാം ആൻസർ ഏതാണ് മക്കളെ? ഓപ്ഷൻ എ ആണ്. കൺക്ലൂഡ് യുവർ ലെറ്റർ ബൈ ആസ്കിങ്. നമ്മുടെ ഈ ഒരു ലെറ്ററിന്റെ എൻഡിൽ നമ്മൾ എന്ത് പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്യാം? The authority to turn a blind eye to the problems of accidents. The authorities to overlook whenever an accident takes place. The authorities to consider that accidents are not such a great thing. The authorities to take the necessary tough action against those who break traffic laws. ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ അതോറിറ്റീസിനോട് നെസസറി ആക്ഷൻ എടുക്കാൻ പറഞ്ഞാണ് ലെറ്റർ അവസാനിപ്പിക്കുക. You will close your letter with yours sincerely, yours lovingly, yours cheerfully, yours gracefully. ഇതൊരു ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് yours sincerely, yours lovingly ഒക്കെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ചിയർഫുള്ളി. അതൊക്കെ നമ്മുടെ ഫാമിലി പാരൻസിനൊക്കെ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ലെറ്റർ ചെയ്തു, ആ സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്യാം യുവർ ലവിംഗ്ലി എന്നൊക്കെ പറഞ്ഞാണ്. ലെറ്റർ ടു ദ എഡിറ്റർ വരുന്ന സമയത്ത് യുവർ സിൻസിയർലി അതായിരിക്കും നമ്മൾ എൻഡിൽ യൂസ് ചെയ്യാം. റൈറ്റിംഗിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് ആർട്ടിക്കിൾസ് എഴുതാൻ വരാറുണ്ട്. ഓൾ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ടെക്സ്റ്റ്. റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ താഴെ ഒരു ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. Grow more trees to reduce pollution. Write an article on the topic given for your school magazine. നമ്മുടെ സ്കൂൾ മാഗസിന് വേണ്ടിയാണ് ഇവിടെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറയുന്നത്. ടോപ്പിക് തന്നിട്ടുണ്ട്, ഗ്രോ മോർ ട്രീസ് ടു റെഡ്യൂസ് പൊല്യൂഷൻ, നമ്മുടെ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതേണ്ട സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. You can start your article by saying that one of the main reason why mankind came into existence is because of. Option A, multi-story buildings. Option B, trees and plants. C, good transport system. D, malls and cinema halls. നമ്മുടെ mankind എങ്ങനെയാണ് എക്സിസ്റ്റൻസിൽ വന്നിരിക്കുന്നത്? ഈസി ആണ്, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. കാരണം നമ്മൾ ഒരിക്കലും ഡെവലപ്മെന്റ് അറ്റ് ദ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? മാൻകൈൻഡ് ആണ്. സോ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഗുഡ് ട്രാൻസ്പോർട്ട്, മാൾ ആൻഡ് സിനിമ ഹാൾ ഒക്കെ കൊണ്ടുവന്നത് മാൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് എന്താ? ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. Trees make the earth a better place to live in because they exhale oxygen and inhale carbon dioxide. Okay. Sorry. Second question. Trees make the earth a better place to live in because they exhale oxygen and inhale carbon dioxide. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സേൽ ഓക്സിജൻ പുറത്തു വിടുക, ഇൻഹെയിൽ കാർബൺ ഡൈ ഓക്സൈഡ്. റൈറ്റ്, നമുക്കത് അറിയാം. കാരണം ട്രീസ് ആണ് നമുക്ക് ഓക്സിജനെ പുറത്ത് വിട്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ബാക്കി എന്താണ്? ദേ ഇൻഹെയിൽ നൈട്രജൻ, എക്സെയിൽ കാർബൺ ഡൈ ഓക്സൈഡ്. അല്ല, റോങ് ആണ്. ദേ ഇൻഹെയിൽ ഹൈഡ്രജൻ, എക്സെയിൽ കാർബൺ ഡൈ ഓക്സൈഡ്. തെറ്റാണ്. ദേ ഇൻഹെയിൽ ദ പൊല്യൂട്ടൻസ് ഓഫ് ദ എർത്ത്. ട്രീസ് ആണോ പൊല്യൂട്ടൻസ് വലിച്ചെടുക്കുക? അല്ല. തേർഡ് ക്വസ്റ്റ്യൻ. പ്ലേസസ് ഇൻഹാബിറ്റഡ് ബൈ ട്രീസ് ആർ. ഒരുപാട് ട്രീസ് ഉള്ള പ്ലേസസ് വെരി ഹോട്ട് ആണോ? അല്ല.
ഒരിക്കലും ഹോട്ട് ആയിരിക്കില്ല. കൂളർ കമ്പയർഡ് ടു കോൺക്രീറ്റ് ജംഗിൾസ്, നമ്മൾ ഉണ്ടാക്കിയ ജംഗിൾസിനേക്കാളും കൂളർ ആയിരിക്കും. ശരിയാണ്. ഓൾവേസ് റെയിനിങ്, റോങ് ആണ്. കാരണം ട്രീസ് റെയിന് കാരണമാകും, പക്ഷെ ഓൾവേസ് റെയിനിങ് അല്ല. എക്സ്ട്രീംലി കോൾഡ്, അതും റോങ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? കൂളർ കമ്പയർഡ് ടു കോൺക്രീറ്റ് ജംഗിൾസ്. And fourth question, don't forget to mention that trees build a sheet to protect us from harmful ultraviolet rays, storms, thunder, lightning. നമുക്കറിയാം ട്രീസ് ആണ് UV റേസ് എന്നൊക്കെ നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ വരുന്നത് എ ആണ്. ഇവിടെ ഒരു ആർട്ടിക്കിളിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കിളിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് ഒന്ന് എഴുതിയെടുക്കുക. ആദ്യം ഒരു ടൈറ്റിൽ ഉണ്ടാവും, താഴെ സബ് ടൈറ്റിൽ. അത് ബൈലൈൻ ആയിട്ട് നമ്മുടെ ആരാണോ എഴുതിയത് അയാളുടെ പേരായിരിക്കും. ഗ്രോ മോർ ട്രീസ് ടു റെഡ്യൂസ് പൊല്യൂഷൻ ആൻഡ് ബൈ നമ്മൾ ആരാണോ എഴുതുന്നത്. ദെൻ നമുക്കൊരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് ഉണ്ടാവും, ബോഡി കൺക്ലൂഡിങ് പാരഗ്രാഫ് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ടോപ്പിക് വരുന്നത് ഗ്രോ മോർ ട്രീസ് ടു റെഡ്യൂസ് പൊല്യൂഷൻ ആണ്. അപ്പൊ ഇത് ബൈ XYZ. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. വൺ ഓഫ് ദ മെയിൻ റീസൺ വൈ മാൻകൈൻഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഈസ് ബിക്കോസ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. They give us oxygen, food, wood, medicines and a healthy environment to live in. Without trees, there would be no life on the earth. Trees are called the lungs of the earth. They inhale carbon dioxide and release oxygen, which makes the air pure. They also absorb harmful gases and reduce pollution. Places full of trees are always cooler and fresher than concrete jungles. ടീച്ചർ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് തന്ന ടോപ്പിക്കിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കണം, ബൈലൈൻ, ഇൻട്രഡക്ടറി പാരഗ്രാഫ്, ദെൻ ബോഡി, ഓൾസോ അറ്റ് ദ എൻഡ് നമ്മളൊരു കൺക്ലൂഷൻ വെച്ചിരിക്കണം. Trees are our best friends. Let us grow more trees to save life and protect our environment. അപ്പോൾ ഒരു മോറൽ മെസ്സേജ് നമ്മുടെ ആർട്ടിക്കിളിന്റെ ഫൈനൽ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question 5. Read the telephonic conversation given below. നമുക്കൊരു ടെലിഫോണിക് കോൺവെർസേഷൻ തരും, അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് write the message on her behalf with every detail. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോൺവെർസേഷൻ ഗൗരിയും ധനിയും തമ്മിൽ ടെലിഫോണിൽ നടക്കുന്നതാണ്. ആൻഡ് ഗൗരി ധനീനെ വിളിച്ചിട്ട് ധനീന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ദിശ എനിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറയാണ്. ആൻഡ് ഈ ഒരു മെസ്സേജ് ഏത് ഫോർമാറ്റിലാണ് എഴുതേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് 5. നമുക്ക് എക്സാംസിന് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. 2 മാർക്കിനൊക്കെയാണ് നമ്മളോട് മെസ്സേജ് എഴുതാൻ പറയാം. അപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു മെസ്സേജ് എഴുതേണ്ടത്. അപ്പൊ ഗൗരി വിളിക്കുന്നുണ്ട്, ഹലോ കുഡ് ഐ ടോക്ക് ടു ദിശ, ഐ എം ഗൗരി, എ ഫ്രണ്ട് ഓഫ് ദിശ. Then oh sorry, actually she has forgotten her mobile here. She has gone to the market. Gauri, I wanted to convey her that today's sport classes shall be suspended because the teacher is not well. It will be held on Sunday. Can you please pass the message to her? And then oh sure, thank you. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അപ്പൊ നമുക്കതിനെ അതിലും ഷോർട്ട് ആയിട്ട് മെസ്സേജിൽ കൺവേർട്ട് ചെയ്യാം. നമ്മുടെ മെസ്സേജ് എഴുതുന്ന സമയത്ത് ഡേറ്റ് ആൻഡ് ടൈം ആണ് ആദ്യം വരിക. 17 March 2025 at 5 PM ഈ ഒരു ടൈമിലാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. ആദ്യം ആർക്കാണോ മെസ്സേജ് ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യണം, സല്യൂട്ടേഷൻ ഓർ അഡ്രസ്സിംഗ്. ഡിയർ ദിശ, I wanted to inform you that Gauri called you and said that today's 4 classes have been suspended because the teacher is not feeling well. Instead, the class will be held on Sunday. Please take note of this change. Best regards, Dhani. അപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുന്ന ഫോമാറ്റിലാണ് മെസ്സേജ് വരിക. നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഒരു ബോക്സിൽ ഡേറ്റ്, ടൈം ആൻഡ് അഡ്രസ്സിംഗ് ആൻഡ് എ സ്മോൾ പാരഗ്രാഫ് അബൌട്ട് ദ message, the information, and at the end best regards, who was writing the message. Clear? നമ്മുടെ മെസ്സേജ് റൈറ്റിംഗിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരിക? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഗ്രാമർ.
അപ്പൊ ഗ്രാമർ സെഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും, ഏതാണ് എങ്ങനെയാണ് ആൻസർ വരിക. നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പൊസിഷൻ. പ്രിപ്പൊസിഷൻസ് ചില സമയത്ത് നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. ദ ചിൽഡ്രൻ ആർ ഡാഷ് ദ റൂം. ദ മിൽക്ക് ഈസ് ഡാഷ് ദ ടേബിൾ. ദ ചിൽഡ്രൻ ഹാവ് ഗോൺ ഡാഷ് സ്കൂൾ. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഡാഷ് ഓഗസ്റ്റ്. ഒന്ന് ഫിൽ ചെയ്തേ, എന്നിട്ടൊന്ന് നോക്കിയേ ടീച്ചർ പറഞ്ഞത് തന്നെയാണോ നിങ്ങൾ എഴുതിയെന്ന്. ആൻസർ നോക്കാം. ദ ചിൽഡ്രൻസ് ആർ ഇൻ ദ റൂം. ദ മിൽക്ക് ഈസ് ഓൺ ദ ടേബിൾ. എവിടെയാണ്? ടേബിളിലാണ്. ദ ചിൽഡ്രൻ ഹാവ് ഗോൺ സ്കൂൾ. എങ്ങോട്ടാണ് പോയത്? ടു സ്കൂൾ. ടു സ്കൂൾ. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റില് ഒരുപാട് റെയിൻ ചെയ്യാറുണ്ട്. സോ 1 and 4 ഇൻ. ബിക്കോസ് ഇന്ന് സാധാരണ നമ്മൾ യൂസ് ചെയ്യാം ഒരു എൻക്ലോസ്ഡ് സ്പേസിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ. അതായത് നമ്മൾ ഇൻ ദ റൂം, വി ആർ ഇൻ ദ റൂം, ഓർ വി ആർ ഇൻ ദ ക്ലാസ്, നമ്മൾ ആ ക്ലാസിന്റെ ഉള്ളിലാണ്, ക്ലാസ് ക്ലോസ്ഡ് ആണ്, അതിന്റെ ഉള്ളിലാവുന്ന സമയത്ത് നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഓർ മന്ത് ഓർ ടൈം, നമ്മൾ മന്തോ ടൈമോ പറയുന്ന സമയത്ത് ഇൻ ഓഗസ്റ്റ് എന്നാണ് ഇവിടെ വരുന്നത്. ഹി വാസ് ബോൺ ഇൻ 1989. പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇൻ യൂസ് ചെയ്യാം, മന്ത് ഓർ ഇയർ വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഓൺ. ഓൺ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടീച്ചറിന്റെ കൈന്റെ മുകളിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? പെൻ വെച്ചിരുന്നത്. ഓൺ ദ ഹാൻഡ്. ദ പെൻ ഈസ് ഓൺ ദ ഹാൻഡ്. ഓൺ മീൻസ് സർഫസ്. ആൻഡ് ടു. ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. മൂവിങ് കാണിക്കാനാണ് ടു. മൂവിങ് ടു അനദർ പ്ലേസ്. പ്രിപ്പൊസിഷൻ ഈസ് used to show the relationship between a noun or pronoun and another word in a sentence. അപ്പൊ നമ്മുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം നൗണോ പ്രോനൗണോ വെച്ചാണ്. നൗൺ ഈസ് എ നെയിം ഓഫ് എ പ്ലേസ്, എ തിങ് ഓർ എ പേഴ്സൺ. ആൻഡ് നൗൺ ഓർ പ്രോനൗണോ ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രിപ്പൊസിഷൻ എന്ന് പറയാം. അപ്പൊ ചില പ്രിപ്പൊസിഷൻ ആണ് നിയർ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രിപ്പൊസിഷൻസ് നോക്കാം. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആണ്. ദ ക്യാറ്റ് ഈസ് നിയർ ദ ബോക്സ്. ആൻഡ് നെക്സ്റ്റിൽ എന്താണ്? ഇൻസൈഡ് ദ ബോക്സ്. ആൻഡ് ഓൺ, ആ ബോക്സിന്റെ സർഫസിലാണ് നമ്മുടെ ക്യാറ്റ്. ബിസൈഡ്. ബിസൈഡ് എന്ന് വെച്ചാൽ നിയറിനേക്കാളും കുറച്ചുകൂടെ അടുത്ത്. അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞാലോ താഴെ. പെൻ ഈസ് അണ്ടർ മൈ ഹാൻഡ്. ബിഹൈൻഡ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിലായിരിക്കും. ആൻഡ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് ഹാൻഡ്സിന്റെ നടുവില്. ആൻഡ് ഇൻ ഫ്രണ്ട്, മുന്നില്. എബവ്, മുകളില്. എബവ് ഓണും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓൺ ആണെങ്കിൽ നമ്മൾ തട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. എബവ് ആണെങ്കിൽ കുറച്ചുകൂടെ മുകളില്. ആൻഡ് ഔട്ട് ഓഫ്, പുറത്തേക്ക്. അറൗണ്ട്, ചുറ്റും. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പ്രിപ്പൊസിഷൻ. ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. പ്രിപ്പൊസിഷൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രിപ്പൊസിഷൻസിന്റെ മീനിങ് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ 7. Fill in the blanks with the correct conjunction. അപ്പൊ പ്രിപ്പൊസിഷൻ നോക്കി നമ്മള്. എന്താണ് കൺജങ്ഷൻ? അപ്പം ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. I was angry dash I did not reveal my feelings. He studied hard dash got good grades. അപ്പൊ കൺജങ്ഷൻ എന്ന് പറഞ്ഞാല് ടു പാർട്സ് ഓഫ് ഒരു സെന്റൻസിനെ കൺജങ്ഷൻ മീൻസ് it is a connecting word between two parts of a sentence. I was angry. Here we need a connecting word to I did not reveal my feelings. ഞാൻ വളരെ ആംഗ്രി ആയിരുന്നു ബട്ട് ഐ ഡിഡ് നോട്ട് റിവീൽ മൈ ഫീലിങ്സ്. ഇവിടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബട്ട് എന്നാണ് യൂസ് ചെയ്യുക. എന്താണ്? ഞാൻ ആംഗ്രി ആയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫീലിങ്സ് റിവീൽ ചെയ്തില്ല. അപ്പൊ മക്കളൊന്ന് ആലോചിച്ചേ. ഹി സ്റ്റഡിഡ് ഹാർഡ് ഗോട്ട് ഗുഡ് ഗ്രേഡ്സ്. ഏതായിരിക്കും? യെസ്, ആൻഡ്. നിങ്ങൾ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ആണ് വരിക. എന്തുകൊണ്ടാണ്?
യൂസ് ബട്ട് when there is contrast or opposite ideas. നമ്മുടെ ഐഡിയാസ് കോൺട്രാസ്റ്റിംഗ് ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബട്ട് ആണ് യൂസ് ചെയ്യാം. ആൻഡ് വെൻ ആഡിങ് ഓർ കണക്ടിങ് സിമിലർ ഓർ റിലേറ്റഡ് ഐഡിയാസ്. ഒരേപോലെയുള്ള രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്, രാമു ആൻഡ് രാജു ഗോ ടു ദ മാർക്കറ്റ്. രാമുവും രാജുവും ഒരേപോലെ ആയതുകൊണ്ടാണ് അവരെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതാണ് ആൻഡ്. അപ്പൊ കൺജങ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ക്ലോസസ് ഇൻ എ സെന്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന വാക്കുകളാണ്. അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ട്, സബോർഡിനേറ്റിംഗ്, കോറിലേറ്റീവ് കൺജങ്ഷൻ. അപ്പൊ അതിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് നമ്മൾ യൂഷ്വലി ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസസ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ഈക്വൽ ആയിട്ട് വരുന്ന വേർഡ്സിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. അതായത് ഈക്വൽ ആയിട്ട് 2 പാർട്ട് ഓഫ് സെന്റൻസ് ഉണ്ട്, അത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഫാൻ ബോയ്സ്. അതായത് ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ് ആൻഡ് സോ. നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് മനസ്സിലാക്കാം. ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസസ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഇനി സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് കൺജങ്ഷൻ ഇൻക്ലൂഡ് വേർഡ്സ് ബിക്കോസ്, ഇഫ്, although, since, until and while. And these conjunctions are used to introduce a dependent clause. അപ്പം നമ്മൾ സെന്റൻസ് ഡിവിഷൻ എടുത്ത് നോക്കണം. 2 ടൈപ്പ് ഉണ്ടാവും. ഒരു സബ്ജക്റ്റ് ഒരു സെന്റൻസ് തരികയാണെങ്കിൽ അതിലെ ഫസ്റ്റ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം നിൽക്കുന്നതാണ് ഡിപ്പെൻഡന്റ് ക്ലോസുകൾ. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ്. നമ്മൾ കാരണം പറയാണ്, അല്ലെങ്കിൽ എന്നുള്ള കാര്യം കോണ്ടെക്സ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യും? ഇഫ്. അങ്ങനെ ഒരു കണക്ഷൻ, കാരണം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആർ ദ പെയർസ് ഓഫ് വേർഡ്സ് ദാറ്റ് വർക്ക് ടുഗദർ ടു കണക്ട് two parts of a sentence that have equal value. ഈക്വൽ വാല്യൂ ഉള്ള 2 പാർട്ട് ഓഫ് സെന്റൻസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഓപ്ഷൻ തരാണ്, യു ക്യാൻ ചൂസ് ഈദർ ആപ്പിൾ ഓർ ഓറഞ്ച്, ആൻഡ് ഈദർ ഓർ, നീദർ ഓർ നോർ, ബട്ട് ഓൺലി, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ഓർ ആൻഡ്. ആ രീതിയിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെയർസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഒരു സൈഡിൽ നമുക്ക് നോട്ട് ഓൺലി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും ബട്ട് ഓൾസോ കൊടുക്കാൻ പറ്റും. അപ്പം ഗ്രാമർ പോർഷനിൽ നിങ്ങൾ ഗ്രാമർ പോർഷൻ നോക്കുന്ന സമയത്ത് പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒന്ന് എക്സ്പെക്ട് ചെയ്യണം. ആൻഡ് മേക്ക് ഷുവർ യു ഷുഡ് കവർ ദ ടോപ്പിക് ബിഫോർ യുവർ എക്സാം. ഓക്കെ, നമുക്ക് 8th ക്വസ്റ്റ്യൻ, അത് ഗ്രാമർ പോർഷൻ തന്നെയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണാം. ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാം. My younger sister is or are very attractive. She has or had curly hair, large eyes and a fresh and beautiful complexion. She studies in class 8. So, എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ആണ്. എന്തുകൊണ്ടാണ്? മൈ യങ്ങർ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗുലർ വേർഡാണ്. സിംഗുലർ എന്താ, പ്ലൂരൽ എന്താന്ന് ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈ യങ്ങർ സിസ്റ്ററിലാണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ ഈസ് ഓർ ആം ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. മൈ യങ്ങർ സിസ്റ്റർ ഒരു പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈസ് യൂസ് ചെയ്യണം. ആൻഡ് ഹാസ് ആണ് രണ്ടാമത് വരിക. ഷീ ഹാസ് കേളി ഹെയർ. അവിടെ തന്നെ ഹാസ് പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാവ് യൂസ് ചെയ്യാം. ഹാവ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവണം.
വി ഹാവ് കേളി ഹെയർ, ഞങ്ങൾക്കൊക്കെ കേളി ഹെയർ ആണ്. അപ്പൊ അവിടെ സബ്ജക്റ്റ് പ്ലൂരൽ ആവണം. അപ്പൊ ഷീ സിംഗുലർ ആണ്, ഷീ ഹാസ് കേളി ഹെയർ, ഒരു റീസൺ. രണ്ടാമത്തേത് ഇത് കാണിക്കുന്നത് പ്രസന്റ് ടെൻസിലെ പൊസിഷൻ ആണ്. ഷീ സ്റ്റിൽ ഹാസ് കേളി ഹെയർ, അവൾ എന്ത് ചെയ്തിട്ടില്ല, സ്ട്രെയിറ്റൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവളുടെ ഹെയർ സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് ഹാഡ് വേണ്ട, പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് വരുന്നത്. ഷീ തന്നെയാണ്. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യും. ഷീ സ്റ്റഡീസ് ഇൻ ക്ലാസ് 8. അപ്പം നോക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ഐ വരുന്ന സമയത്ത് അവിടെ ഒരാളെ ഉള്ളൂ, ഐ ആം. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുക ആം എന്ന് പറയുന്ന വെർബാണ്. സെക്കൻഡ് പേഴ്സൺ യു ആയിരിക്കും. യു വരുന്ന സമയത്ത് ആണ് യൂസ് ചെയ്യുക. ആൻഡ് തേർഡ് പേഴ്സൺ വരുന്ന സമയത്ത് ഈസ് ആണ് യൂസ് ചെയ്യുക. ആം, ആർ, ഈസ്. ഐ വരുമ്പം ആം, യു വരുമ്പം ആർ, ഹി, ഷീ, ഇറ്റ്. സിംഗുലർ ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഈസ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ എസ് ഓർ ഇ എസ് വെർബിന്റെ കൂടെ ഏതാണ് യൂസ് ചെയ്യുക, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഐ വരുമ്പം എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, യു വരുമ്പോഴും എസ് വേണ്ട. അപ്പൊ എവിടെയാണ് നമ്മൾ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യാം, തേർഡ് പേഴ്സൺ സിംഗുലർ ആവുന്ന സമയത്ത്. അതായത് ഹി സീസ്, ഷീ ഹിയേഴ്സ്, ഇറ്റ് കംസ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗത്ത് ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ വെർബിൽ നമ്മൾ എസ് കൊടുക്കണം. അവിടെ ഒരുപാട് പേരുണ്ട്, വി കുറേ പേരുണ്ട്. അപ്പൊ അവിടെ എന്ത് വേണ്ട, എസ് വേണ്ട, സി എന്ന് മതി, വി സി. ആൻഡ് ഐ ഒരാളാണ് അവിടെയെങ്കിലും ഐ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ടും ഐന്റെ കൂടെ നമുക്ക് എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാറുണ്ട് ഐ ലവ് യു, അവിടെ ലവിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യുന്നില്ല. ഷീ ലവ്സ് യു എന്നാണ് പറയേണ്ടത്. അതുപോലെ ദേ ആണെങ്കിലും യു ആണെങ്കിലും ഒക്കെ അവിടെ എന്താണ്, ഒന്നിലധികം ആളുകൾ വരാം. അതുകൊണ്ട് തന്നെ അവിടെ എസ് ആഡ് ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് നോക്കുന്ന സമയത്ത് സബ്ജക്റ്റ് നോക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് വെർബിന്റെ കൂടെ എന്ത് വേണം, എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. ഇനി നമ്മുടെ സെക്ഷൻ ഡി ലിറ്ററേച്ചർ. നമ്മൾ ഇതുവരെ നോക്കിയ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിലൊന്നും നമ്മൾ പഠിച്ച പബ്ലിക് എക്സാമിന് വേണ്ടി പഠിച്ച പോർഷൻസ് വന്നില്ല അല്ലേ. അപ്പൊ അത് വരിക ലിറ്ററേച്ചർ ഭാഗത്താണ്. അപ്പൊ ലിറ്ററേച്ചർ ഭാഗത്ത് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ സമ്മറി ബേസിസിലും ക്യാരക്ടർ ബേസിസിലും ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി, സ്റ്റോറി, അതുപോലെ ഈച്ച് ലൈനിലും മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സെക്ഷൻ ഡി ലിറ്ററേച്ചറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ക്യാരക്ടർ വിത്ത് ദ സ്റ്റോറി. അപ്പൊ നമുക്ക് 3 മാർക്കിനും 2 മാർക്കിനും ഒക്കെയാണ് ലിറ്ററേച്ചർ പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ഒന്ന് മാച്ച് ദ ക്യാരക്ടർ ആണ്. എ ബർത്ത്ഡേ ലെറ്റർ, കോണ്ടിബ എ ഹീറോ, ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഇത് 3 നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് ബിസ്മില്ല, ജവഹർലാൽ നെഹ്റു, അരവിന്ദ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തും ആൻസർ അറിയണമെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും വായിച്ചിരിക്കണം. ചാപ്റ്റേഴ്സ് വായിച്ചാലല്ലേ ആരൊക്കെയാ ക്യാരക്ടേഴ്സ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക റൈറ്റേഴ്സിനെയും വർക്കിനെയും കണക്ട് ചെയ്യാനായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിന്റെ ടൈറ്റിൽ എഴുതുക, അതിലെ ക്യാരക്ടേഴ്സ് ആരാണ്, റൈറ്റർ ആരാണ്, അത് എഴുതി വെച്ച് പഠിക്കാം. അപ്പം എ ബർത്ത്ഡേ ലെറ്റർ ആരാണ്, ജവഹർലാൽ നെഹ്റു. അത് ഓർത്ത് വെക്കാൻ ഒരു സീക്രട്ട് പറഞ്ഞു തരട്ടെ, അത് ഓർത്ത് വെക്കാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. അതായത് ബർത്ത്ഡേ പ്ലസ് ലെറ്റർ ഇങ്ങനെ കമ്പൈൻ ചെയ്താണ് ഈ വേർഡ് വരുന്നത്. അപ്പൊ നെഹ്റു എന്താണ്, ഹി ലവ്ഡ് ചിൽഡ്രൻ. നെഹ്റു ബർത്ത്ഡേ November 14. അപ്പൊ നമ്മൾ അത് എന്താ പറയാ, ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പം ഹി റോട്ട് ലെറ്റർ ടു കിഡ്സ്. അപ്പൊ കുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് നെഹ്റു എന്ത് ചെയ്തു, കുട്ടികൾക്ക് കത്ത് എഴുതി. സോ എ ബർത്ത്ഡേ ലെറ്റർ ജവഹർലാൽ നെഹ്റു. കോണ്ടിബ എ ഹീറോ, അത് ആരതാണ്, അരവിന്ദ്. അതൊരു ഹീറോയിക് ആക്ട് ആണ്, ബ്രേവറി. കോണ്ടിബ സേവ്ഡ് സംവൺ ആൻഡ് അരവിന്ദ് സ്റ്റോറി. ഓർത്ത് വെക്കുക. ഉസ്താദ് ബിസ്മില്ല ഖാൻ, ആ പേരിൽ തന്നെ ഉണ്ട് ബിസ്മില്ല. ഷഹനായി യൂസ് ചെയ്ത ഒരു ഫേമസ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ ആയിരുന്നു. സോ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
ലിറ്ററേച്ചർ പാർട്ടിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരിക. നിങ്ങൾ ആ ഒരു പോയം ആണെങ്കിൽ ഈച്ച് ലൈൻ എങ്ങനെയാണ് വരുന്നത്, ഒരു ലൈനൊക്കെ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിക്കുക. അവിടെയൊക്കെയാണ് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് റിപ്പീറ്റ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, why did the master scold the crowd for using the word beast or brute? The tiger comes to town. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ നമുക്ക് താഴെ കൊടുത്തിരിക്കും. നമുക്ക് അധികം കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതായത് ട്രൂ ഓർ ഫോൾസ് ഫാക്റ്റ് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ഏത് ചാപ്റ്റർ എന്നാണ് ചോദിച്ചതെന്ന് കൊടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസിൽ എന്ത് കൊടുക്കും, ഏത് ചാപ്റ്റർ എന്നാണ് വരുന്നതെന്ന് നമുക്ക് തന്നിരിക്കും. 2 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ 2 മാർക്കിനാവുന്ന സമയത്ത് 3-4 പോയിന്റ് എഴുതിയാൽ മതി. The master scolded the crowd for using the word beast or brute because he felt this word showed disrespect towards the tiger. The tiger was noble, majestic creature and deserved dignity, not abuse. The master wanted the people to understand that the tiger was not just a wild animal, but also part of nature that should be treated with respect and compassion. നമ്മുടെ ടൈഗർ ഫോർ മാൽഗുഡി, ആ ഒരു ടൈഗർ കംസ് ടൗൺ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എഴുതാൻ പറ്റും. ടൈഗറിന്റെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു, വളരെ മെജസ്റ്റിക്കും ഗ്രാൻഡറും ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാസ്റ്ററിന് ദേഷ്യം വന്നതും പീപ്പിൾസിനെ സ്കോൾഡ് ചെയ്തതും. അപ്പം ദാറ്റ്സ് ഇറ്റ്. നമ്മൾ എന്തൊക്കെ രീതിക്കാണ് പഠിക്കേണ്ടത്? റീഡിങ്, റൈറ്റിംഗ്, ഗ്രാമർ ആൻഡ് ലിറ്ററേച്ചർ. ഈ 4 സെഷനിൽ നിന്നും ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഈ ടീച്ചർ പറഞ്ഞു തന്ന 10 പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഗ്രാമർ പോർഷൻ ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. സബ്ജക്റ്റ് വെർബ്, കോറിലേഷനും അതുപോലെ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസിലൊക്കെ ഉള്ള റൈറ്റിംഗ് ഫോർമാറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം പോവാന്. ആൻഡ് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിൽ വരുന്ന ക്യാരക്ടേഴ്സ്, പ്ലോട്ട്, ഈവൻസ് എല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.